മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു അമ്മയാണ്. ദേ സ്റ്റെപ്പ് കയറുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി ഇതിനെക്കാട്ടി വലിയ സ്റ്റെപ്പ് കയറും. സ്റ്റെപ്പോ അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്തൊരു അമ്മയാണ്. ഈ അമ്മയ്ക്ക് ഇതുപോലെ മുട്ട് മാറ്റി വെക്കണമെന്ന് തന്നെ പറഞ്ഞതാണ്, റീപ്ലേസ്മെന്റ് പറഞ്ഞിരുന്നതാണ്. ദേ ഈ ഒരു കാല് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താന്ന്. പ്രജന ഇനിയിപ്പോ കർക്കിടകം വരാൻ പോവാ. 500 രൂപ തൊട്ട് നമുക്കിവിടെ ഫുൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദേ 500 രൂപ തൊട്ടാണ് ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത്. ഫുൾ ബോഡി മസാജ് വിത്ത് സ്റ്റീം കൂടെ വരുന്നതിന് 799 രൂപയേ ഉള്ളൂ. അത് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടറെ പുതിയൊരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, എന്താ അത്? പഞ്ചകർമ്മ തെറാപ്പിയുടെ ഒരു കോഴ്സാണ്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ പേര്? ഡോക്ടർ ലക്ഷ്മി. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? ദേവകി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഒരു 3-4 വീഡിയോ ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് നല്ല റിസൾട്ട് ആയിട്ടാണ് വന്നത്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ശരിക്കും വെരിക്കോസ് വെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ 2005 തൊട്ട് 2005 തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ സംഭവം. അതെ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് നമുക്ക് ഇവിടെ നന്നായിട്ടുണ്ട്. അതുപോലെ നടുവേദന, മുട്ടുവേദന, ഇത്തരം കംപ്ലയിൻസ് ആണ്. പിന്നെ നമ്മൾ റിസർച്ച് അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോഇമ്മ്യൂൺ ആണ്. ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രീറ്റ്മെന്റ് സൈഡ് ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല, പക്ഷേ ട്രീറ്റബിൾ ആണ്. നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസീസസ് ഇപ്പം നമ്മൾ ചില വാദവ്യാധികളിൽ പെടുത്തിയാണ് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന അത്തരം രോഗങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മളിവിടെ റിസർച്ച് അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കാറുണ്ട്. മാത്രമല്ല നമുക്ക് മേളിലോട്ട് പോയി കാണാം, ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. നമുക്കൊരു അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് രവീന്ദ്രൻ. സ്ഥലം എവിടെ? നെയ്യാറ്റിങ്കര. എന്തായിട്ടാണ് അവിടെ വന്നേ? നടുവേദന ആയിരുന്നു, ഒത്തിരി വർഷം കൊണ്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച ചികിത്സിച്ചപ്പോൾ ഏകദേശം പറഞ്ഞതുപോലെ സംഭവിച്ചു. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ ആൾക്കാരാണ് പല ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലാണ്. ഇദ്ദേഹം ഒരാഴ്ച കൊണ്ട് മാറുമെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ ഡോക്ടർ? ഇങ്ങനെയുള്ള ഇപ്പം നടുവേദന ആയാലും അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും വരുമ്പോൾ തന്നെ ഒരു ഒരു ആശ്വാസമുണ്ട്. ഒരാഴ്ച അവർ എന്തായിരുന്നാലും ട്രീറ്റ്മെന്റ് പോകണം. ഇപ്പം അച്ഛനിപ്പോൾ 14 ദിവസമാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. ഇപ്പം 8 ദിവസം ആയതേ ഉള്ളൂ. നമ്മളൊരു അതായത് ഒരു 7 ദിവസം കഴിഞ്ഞ് ഒരു വിരേചനമൊക്കെ കഴിഞ്ഞാൽ ശോധന ചികിത്സ കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷൻ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 8 ദിവസം ആയതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചേഞ്ച് വരും. നല്ല വ്യത്യാസം വരുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാം നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോകുന്നവരാണ്. ഈ ഒരു കാല് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താന്ന്. പേരെന്ത് വരുന്നത്? എൻ്റെ പേര് സുഗതൻ. എവിടെ സ്ഥലം? ആറ്റിങ്ങിലാണ്. എത്ര വർഷമായി അച്ഛൻ ഈ വെരിക്കോസ് വന്നിട്ട്? ഇത് ഒരു വർഷത്തോളമായി. അപ്പം വളരെ കുഴപ്പമായിരുന്നു. ഇപ്പൊ ഈ കണ്ടാൽ അറിയാൻ പറ്റുമോ? കാല് കണ്ടാൽ അറിയാൻ പറ്റും. ശരിക്കും പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നോ? പൊട്ടിയത് ഇങ്ങനെ രക്തം വലിച്ചിറങ്ങുമായിരുന്നു. അത്രയ്ക്ക് വേദനയെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യമേ തന്നെ എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഇപ്പോൾ ഒരു 10-14 ദിവസം കൊണ്ട് എല്ലാം ക്ലിയറായി. ആദ്യത്തെ ഒരു 3 ദിവസം ആയപ്പോ തന്നെ നല്ല വ്യത്യാസമുണ്ട്. 14 ദിവസമായി. ഈ കാലിലും ഉണ്ടല്ലോ, 2 കാലും കണ്ടോ? 2 കാലും പൊട്ടി കളിക്കുകയായിരുന്നു. ദേ കണ്ടോ, അത്ര ഇതായിട്ടായിരിക്കുന്നത് കണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നടക്കാനും പോയി ഭയങ്കര വേദന. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? പല സ്ഥലത്തും പോയി പല മരുന്നുകളും ചെയ്തു, ഒരു കുറവില്ല. എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞു ആണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതുപോലെ തന്നെയാണ്. ഒരാള് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആളോട് പറയും ഇവിടെ എത്തും. ദേ നോക്കേ, ശരിക്കും വെരിക്കോസിന് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കൂടുതലും വെരിക്കോസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? വെരിക്കോസ് വെയിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോട്ടോകോളാണ്. കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. ഇപ്പം അൾസർ ആയിട്ടുള്ള അച്ഛനൊക്കെ വെരിക്കോസ് അൾസർ ആയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് ആ മുറിവിനെ വ്രണത്തിനെ ക്ലീൻ ചെയ്യുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റാണ് കൊടുക്കുക. അതാണ് ആ 3-4 ദിവസം പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റ് ഇതിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് സൈറ്റൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ രക്തമോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ തന്നെ പറഞ്ഞിട്ടുള്ള രക്തമോഷം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. രക്തമോഷം ചെയ്യാറുണ്ട്. ചില രക്തമോഷം വേണ്ടാത്ത പേഷ്യൻസിൽ ചെയ്യാറുമില്ല. അതിന് റിവേഴ്സ് മസാജൊക്കെ ചില പാറ്റേൺ മസാജുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ റെഡിയാക്കാറുണ്ട്. എന്തുവരും വരുന്ന ആളെ ഏത് രീതിയിലായി റെഡിയാക്കി. അതെ, അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്കൊരു അമ്മയെ പരിചയപ്പെടാം. അമ്മേ നമസ്കാരം. പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ശശികല എന്നാണ്. അമ്മയുടെ സ്ഥലം? വെമ്പായ താമസിക്കുന്നത്, തിരുവനന്തപുരം വെമ്പായം. എന്തായിട്ട് അമ്മ വന്നേ? ഞാൻ വന്നത് എൻ്റെ മുട്ടിന് ഒരു 5-6 വർഷമായിട്ട് മുട്ട് തേയ്മാനം, അതിൻ്റെ നീരും പ്രശ്നങ്ങളും, എനിക്ക് തീരെ സ്റ്റെപ്പ് കയറാനൊന്നും ആവൂലായിരുന്നു. വണ്ടി യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പല ചികിത്സകൾ ചെയ്തതാണ്, പക്ഷെ അതിലൊന്നും ഒരിക്കലും അത് ഇതുവരെ ഒന്നും ഇതായിട്ടില്ല ശാശ്വതമായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരാഴ്ച വന്നിട്ട് ഇപ്പോഴത്തെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്, വളരെ ആശ്വാസം. എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട് കവടിയാറിലെ ചേച്ചി. ഇവിടുത്തെ
ആ ചേച്ചിക്ക് ഇതിന് മുട്ട് മാറ്റി വെക്കാനൊക്കെ പറഞ്ഞതായിരുന്നു. ആയിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് ഇവിടുത്തെ ഇതിൽ നല്ലൊരു പറയാം, അങ്ങനെ ആ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവരും ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം അവര് വളരെ സന്തോഷത്തിലാണ് പോകുന്നത്. ഇപ്പൊ അമ്മയായാലും പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇത് പറയും, അല്ലയോ? തീർച്ചയായും പോകാൻ മനസ്സ് വരുന്നില്ല. ഈ വീട്ടിൽ തന്നെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ തന്നെ പിടിച്ചിട്ട് പോവാ. ശരിക്കും ഇപ്പം സ്റ്റെപ്പ് കയറി നോക്കി കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഡോക്ടറെ, ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരാളോട് വന്നിട്ട് പോയാൽ അടുത്ത ആളോട് പറയുക ഇവിടുന്ന് പോകണമെന്നില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മുടെ ആഡുകളല്ല, നമ്മളെ പേഷ്യൻസ് തന്നെയാണ് ശരിക്കും നമ്മുടെ ആഡ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് അനുസരിച്ചാണ് പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നത്. കഴിഞ്ഞ 20-22 വർഷക്കാലമായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ അമ്മയ്ക്ക് ഇതുപോലെ മുട്ട് മാറ്റി വെക്കണമെന്ന് തന്നെ പറഞ്ഞതാണ്, റീപ്ലേസ്മെന്റ് പറഞ്ഞിരുന്നതാണ്. ഇവർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഒരാഴ്ച ആയതേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ഒരാഴ്ചയും കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെഡിസിൻ ഒക്കെ ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്താൽ മതി. നമസ്കാരം. പേര്? സുനിത. എന്തായിട്ട് ഇവിടെ വന്നേ? എനിക്ക് തുമ്മലും ജലദോഷവും ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. വന്നത് മാറ്റം നല്ലതായിട്ടുണ്ട് അല്ലേ? ഇപ്പം ഡോക്ടറെ, ഈ തുമ്മലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അലർജിയായിട്ട് ബന്ധപ്പെട്ട സംഭവമില്ലേ, അതിനും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്? അലർജിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് പുള്ളിക്കാരിക്ക് നല്ല വീസിങ്ങും ശ്വാസമുട്ട് നമ്മൾ പറയത്തില്ലേ, ക്ലാസിക്കൽ ശ്വാസമുട്ട്, അത് തന്നെയായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അതിന് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ദിവസം ഒന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ശ്രീകല. എവിടെ സ്ഥലം? മെഡിക്കൽ കോളേജ്. എന്തായിട്ടാണ് വന്നത് ഇവിടെ? ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു നല്ല. ഏതൊരു 8 മാസമായി. അങ്ങനെ ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ട്. കൈവെക്കാനും നടക്കാനും ഒക്കെ പറ്റും, സ്റ്റെപ്പ് കയറാനും ഒന്നും കുഴപ്പമില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ട ഒരാളാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വാദമായിട്ട് ബന്ധപ്പെട്ടാണ് പല ആൾക്കാരും പറയാറുണ്ട് ഈ വാദം മാറാൻ പാടാന്ന്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു നേർക്കാഴ്ചയാണ്. നേരത്തെ ചേട്ടൻ എന്തൊക്കെ പ്രശ്നമായിരുന്നു? നല്ല പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ വന്നപ്പോൾ ജോയിയായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു, അത് മാറ്റി 60-70% ഉള്ളായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഈ കാണിച്ചതിന്റെ കാര്യം എന്താണെന്നറിയോ, ഇത് പല ആൾക്കാരും പറയാറുണ്ട് ഇത് മാറത്തില്ല, അല്ലെങ്കിൽ മാറി ഒരാളെ കാണിക്കാൻ പറ്റുമെന്നുള്ളത്. ഇത് ശരിക്കും വ്യത്യാസം വന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാലോ എന്തോ. തീർച്ചയായിട്ടും അറിയാം. എന്നോട് ചോദിച്ചു എൻ്റെ അഭിപ്രായം, ഞാൻ ധൈര്യമായി 100% പ്രതീക്ഷിക്കും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ അല്ലയോ? വരുന്നുണ്ട്. അവർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ അനുഭവം പലർക്കും കാണുമല്ലോ വിട്ടുപോയതിനൊക്കെ. ഡോക്ടറെ, ഇപ്പൊ ഈ വാദം എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് ശരിയായൊരു കാര്യമാണോ? ശരിയാണ്. ചില കേസസിനകത്ത് വാദം മാറത്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മാറും. നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കൃത്യമായിട്ട് മാറും. നമുക്ക് ആ ഒരു കറക്റ്റ് എന്ത് കണ്ടീഷനിലാണെന്നുള്ള അതിനെ ഹിറ്റ് ചെയ്യണം, എന്നാലേ ആ ഡിസീസ്. അതെ. നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഇൻവോൾവ്മെന്റ് ഉള്ള രോഗികളെന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടിന്യൂസ് മരുന്നുകൾ കഴിക്കേണ്ടുന്നവരാണ്. അവർക്ക് ചില ട്രീറ്റ്മെന്റ്സ് നമ്മൾ ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻസ് വേണ്ടുന്നതാണ്. അത് എല്ലാവർക്കും അറിയാം. നമുക്ക് ക്യൂറബിൾ അല്ല എന്ന് പറയുന്നത് എല്ലാ ഡിസോർഡേഴ്സും പലതും ട്രീറ്റബിൾ ആണ്. ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. രോഗിയും കൂടെ അതിനനുസരിച്ച് നമ്മളുമായിട്ട് സഹകരിക്കണം. അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിനുള്ള ഒരു പ്രശ്നം. പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് സത്യത്തിൽ. അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ എനിക്ക് ഒന്ന് നമ്മുടെ ഒരു വീഡിയോനകത്തുണ്ട്, അത് വന്ന അന്ന് ഉടനെയാണ്, അതായത് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ടൈമിലാണ് നമ്മൾ ആ വീഡിയോ കണ്ടത്. പക്ഷെ അന്ന് ഒട്ടും ഈ ജോയിന്റ് നിവർത്തത്തില്ല, കൈ അങ്ങ് മടങ്ങിയിട്ട് പുള്ളിക്ക് ഒട്ട് സ്മോൾ ജോയിന്റ്സ് ആണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അത് സ്മോൾ ജോയിന്റ് അഫെക്ഷൻസ് ഉള്ള ഒരു നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു റുമറ്റോയിഡ് ആയിരുന്നു. അതിനകത്ത് സ്മോൾ ജോയിൻസ് ആണ് അഫക്ട് ചെയ്യുന്നത്, കൈയുടെയും കാലിൻ്റെയും ചെറിയ ജോയിൻസ്. അപ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, ഒട്ടും നിവർത്തത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഒരു റിസർച്ച് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു വരുന്ന ചില പ്രോട്ടോകോൾസിനകത്ത് പെടുന്നതാണ് ഇതൊക്കെ. അത് അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് പേര്, ഇപ്പം ഈ ചിനു പറഞ്ഞ് നമുക്ക് ചിനുവിൻ്റെ അടുത്തു നിന്നൊക്കെ ഉള്ള ഒത്തിരി പേഷ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സ്റ്റെപ്പോ അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്തൊരു അമ്മയാണ് ഈ സ്റ്റെപ്പ് കയറി അടിപൊളിയായിട്ട് വരുന്നത്. അതാണ് ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അമ്മയുടെ പേരെന്ത് വരുന്നത്? ജുമൈല. സ്ഥലം എവിടെ? കിളിമാനൂർ. എന്തായിരുന്നു അമ്മയുടെ പ്രശ്നം? എൻ്റെ പ്രശ്നം മുട്ടുവേദനയായിരുന്നു. അപ്പം ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്, നടക്കാൻ പ്രശ്നമുണ്ട്, സ്റ്റെപ്പ് കയറാൻ പ്രശ്നമുണ്ടായിരുന്നു, ഇല്ലയോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല. പ്രജന, ഇനിയിപ്പോ കർക്കിടകം വരാൻ പോവാ. കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൃത്യതയോടെ തന്നെ ചെയ്യും. ഡോക്ടർ, ഇപ്പൊ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ ഒന്ന് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇവിടെ പുറത്തുനിന്നുള്ളവർ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട്. നിശ്ചിത സമയത്തിൽ അവർക്ക് ചെയ്ത് പോവാം. ഏകദേശം എത്ര രൂപ വരുന്നുണ്ട്? 500 രൂപ തൊട്ട് നമുക്കിവിടെ ഫുൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 രൂപ തൊട്ടാണ് ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത്. അപ്പൊ ഇത് തൊട്ട് മേപ്പോട്ട് വരാൻ പറ്റും. മേലോട്ട് നമുക്ക് ഫുൾ ബോഡി മസാജ് വിത്ത് സ്റ്റീം, ഫുൾ ഈ ചേംബർ സ്റ്റീം കൂടെ വരുന്നതിന് 799 രൂപയേ ഉള്ളൂ. അത് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിലൂടെ കിഴി വരുന്നതുണ്ട്, മസാജും കിഴിയും
അതെ പത്രബോർഡുള്ള ശ്വേത നമ്മുടെ ക്ലാസിക്കൽ, അതും സ്റ്റീമും കൂടെ വരുന്ന 1400 രൂപ. ഇങ്ങനെ ഓരോ പാക്കേജസാണ്. ആണ്. അപ്പൊ ഈ കർക്കിടകത്തിൽ എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ല? എല്ലാവർക്കും ഏത് റേഞ്ചിലുള്ളവർക്ക്, അതായത് നമുക്ക് ചികിത്സാ ചിലവ് എന്ന് പറയുന്ന ആയുർവേദത്തിനെ സംബന്ധിച്ച് ഇപ്പൊ കൂടി വരുക. അപ്പൊ അതൊരു മാറ്റർ അല്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഫോർഡബിലിറ്റി പ്രശ്നമില്ല, നമുക്കിവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഡോക്ടറെ പുതിയൊരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, എന്താ അത്? പഞ്ചകർമ്മ തെറാപ്പിയുടെ ഒരു കോഴ്സാണ്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. പല കോഴ്സുകളും പല സ്ഥലങ്ങളും നടത്തുമ്പോൾ നമുക്ക് ഈ പുറം രാജ്യങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സാണ്. യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പഠിച്ച ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അവർക്ക് നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതാണ് 9 ട്രീറ്റ്മെന്റ് റൂം ഉണ്ട്. അപ്പൊ പരമാവധി അവർക്ക് പഠിക്കാൻ പറ്റും. ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തന്നെ അവർക്ക് കിട്ടും. ഒരു 3 മാസം തിയറി, 3 മാസം പ്രാക്ടിക്കലും, അത്രയേ ഉള്ളൂ. 6 months ആണ് കോഴ്സ് പീരീഡ്. പെട്ടെന്ന് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണിത്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ഡോക്ടറെ എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? ഇത് ശരിക്കും കൊല്ലം തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. കടക്കൽ എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. നിലമേൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിലമേൽ നിന്ന് ഇറങ്ങാം. കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിലമേൽ ഇറങ്ങാം. നമ്മുടെ ഹോസ്പിറ്റൽ പേര് ദേവകി ആയുർവേദ ഹോസ്പിറ്റൽ.